നല്ലൊരു മുട്ടൻ വെള്ളരിക്ക കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വലിയ വെള്ളരിക്കാച്ച കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കൊണ്ട് നല്ല പുളിശ്ശേരി വെച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കട്ടെ. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് തോലൊക്കെ ചെത്തി കട്ട് ചെയ്ത് വരാം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുളിശ്ശേരിയാണ്. ഞാൻ പകുതിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് പകുതി മാത്രമേ ഇപ്പോൾ ഞാൻ കറി വെക്കുന്നില്ല, കാരണം അത്രയ്ക്ക് വലിയ സൈസ് വെള്ളരി ആയതുകൊണ്ട് പകുതി മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പകുതി വെള്ളരി എടുത്ത് നമുക്ക് പുളിശ്ശേരി വെക്കാം. അപ്പം അമ്മ കുറച്ച് കുരുമുളക് എനിക്ക് കെട്ടിത്തരുന്നുണ്ട്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് ഞാനെടുത്തു. അല്ല അമ്മേ, എന്നാൽ പുളിശ്ശേരി വെക്കട്ടെ. അനുവല്ല തോട്ടുന്ന് കളിക്കുന്നുണ്ട്. അച്ഛൻ എന്നാ പുളിശ്ശേരി വെക്കാം അല്ലേ? അച്ഛന് ഇഷ്ടാ പുളിശ്ശേരി? പുളിശ്ശേരി നല്ലതല്ലേ? എന്തെങ്കിലും പറയണ്ടേന്ന് ചോദിച്ചു പറഞ്ഞാൽ തോന്നുന്നു. അച്ഛന് നാക്കട്ടെ, നല്ല കട്ടി പുളിശ്ശേരി ആക്കി തരാട്ടോ. ഇതിൻ്റെ തോലും കളയാൻ എനിക്ക് ഭയങ്കര മടിയാണ്. എന്നാലേ തോല് കളയട്ടെ. അപ്പം ഞാൻ വെള്ളരിയെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചോറ് വറുത്തനാ? അപ്പോൾ വെള്ളരിയെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുളിശ്ശേരി വെക്കാം. വരുന്നുണ്ടാവും ഇരിക്കുക. അമ്മ കഞ്ഞി വെള്ളം കുടിക്കുക. എന്നാൽ ഞാൻ പോയിട്ട് പുളിശ്ശേരി വെക്കട്ടെ. കത്തി ഇങ്ങോട്ട് എടുത്തു. അത് വറുത്തോണേ. ബീൻസാ ഉണ്ട്. വെള്ളരി ഒന്ന് കഴുകിയിട്ട് വരട്ടെ. കട്ട് ചെയ്ത് വെച്ച വെള്ളരി ഒന്ന് കഴുകിയിട്ട് വരാം. ഞാൻ ഈ മണ്ണിൻ്റെ കുടുക്കയിലാണ് കേട്ടോ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെള്ളരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കുടുക്കയിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത്രയും ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ പുളിശ്ശേരിക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി ഫുള്ളായിട്ട് എടുത്തിട്ട് വെള്ളത്തിൽ കുളിച്ചിട്ട് വന്നിട്ട് എന്നോട് തൈര കൊടുക്കുന്നത്. ഒരു അരമുറിൻ്റെ 3/4 ഭാഗത്തോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളരിക്ക ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. വെന്തിട്ടില്ല കേട്ടോ, അങ്ങോട്ട് വേണം. അപ്പോൾ അരവിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി മുളകും ജീരകവും എല്ലാം വേണം. അപ്പോൾ പുറത്ത് പോയിട്ട് കാന്താരി മുളക് പറിച്ചു പച്ചൂട്ടിന കാന്താരി മുളക് പറിച്ചിരുന്നു. മൊത്തം വെള്ളത്തിൽ തോട്ടിൽ പോയിട്ട് നനഞ്ഞ്. അപ്പോൾ അച്ചു തന്നെ കാന്താരി മുളക് പറിച്ചിരുന്നു. വെള്ളത്തിൽ പോയിട്ട് മൊത്തം നനഞ്ഞ് കുളിച്ചിട്ട് വന്നിട്ട് ഇത് ട്രൗസറിലാണ്. പഴുക്കാനായ കാന്താരി മുളക് പച്ച മതിയില്ലേ? പച്ചയും പഴുത്തതും എല്ലാം പറിച്ചോ, അരവിലിടാനല്ലേ. കിട്ടുന്നുണ്ടാ? ഇത് എത്ര പേരെ കിട്ടി നോക്കട്ടെ. ഇത്ര കിട്ടിയിട്ടുള്ളൂ. കുറച്ചും കൂടെ പറിക്കടാ. ഇനിയും വേണം. ഇനിയും വേണ്ട. പിന്നെ എരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തിന്നൂല. നീ കാന്താരി മുളക് പറിച്ചിട്ട് വാട്ടാ. അപ്പോൾ വെള്ളരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയും കുറച്ച് കാന്താരി മുളകും
ഒരു നുള്ളി ജീരകം കൂടി അരപ്പ് തയ്യാറാക്കാൻ പോകുമ്പോഴത്തേക്ക് കറണ്ട് പോയി പൈസ. ഒരു കറണ്ട് വന്നാൽ മാത്രമേ കറീൻ്റെ കാര്യത്തിൽ വല്ലതൊക്കെ നടക്കുമല്ലോ. അപ്പോൾ നമ്മൾ പിള്ളേരെന്താ പണിയെടുക്കുന്നു നോക്കട്ടെ. പിള്ളേർ രണ്ടാളും തോട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്താ പണിയെടുക്കുന്നു നോക്കട്ടെ. ചിറ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ കുഴി ഒഴിക്കുന്നടാ? വേറെ രണ്ടാൾ കയറി വന്നു വെള്ളത്തിൽ കളിക്കാൻ കേട്ടോ. വീഡിയോ എടുക്കുന്നതായിട്ട് തന്നെ ചീത്ത പറയും. കാരണം നമ്മളെ പുളിശ്ശേരിക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറണ്ട് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ അത് വെള്ളരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇല്ല, മോരെടുക്കണം. അപ്പം അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. മിക്സിയിൽ ജാറിലേക്ക് ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കൊന്ന് സ്പൂണിനെ കൊണ്ട് കടഞ്ഞെടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ പുളിശ്ശേരി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. കാരണം തൈര് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം തിളക്കാൻ പാടില്ല. വെള്ളരിക്കെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ പുളിശ്ശേരി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അധികം തിള തരാൻ പാടില്ല കേട്ടോ. കുറച്ചൊന്ന് തിളച്ച് വെട്ടി തിളക്കാൻ പാടില്ല പുളിശ്ശേരി. വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ആ തൈരൊക്കെ ഒരു പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കടുക് ഉലുവയെല്ലാം വറുത്ത് ചേർത്ത് കൊടുക്കാം. അത് വറവിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് ഉലുവയും കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചീനച്ചട്ടി കുറച്ച് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ കളർ. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ഏകദേശം പൊട്ടി വരുന്നുണ്ട്. പുറത്ത് അമ്മമ്മയും മക്കളും കൂടി ഇതാണ് കേട്ടോ. തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര വാശി. ഇപ്പോൾ ഇത് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുളിശ്ശേരിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ നാടൻ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.